കൃപാസന അൾത്താരയിൽ ഈ ഒരു സാക്ഷ്യം പറയാൻ എന്നെ നിയോഗിച്ച എൻ്റെ ഈശോയ്ക്കും കൃപാസന അമ്മയ്ക്കും എൻ്റെ അപ്പായ്ക്കും 1000 നന്ദി. എൻ്റെ പേര് സിന്ധു രാജു. ഞാൻ അങ്കമാലിക്കടുത്ത് കറുകുറ്റിയിൽ നിന്നാണ് വരുന്നത്. കൊറോണ സമയത്ത് എൻ്റെ ഭർത്താവിന് ഓൾറെഡി ഒരു മറുക് ഇവിടെ നെറ്റിയിലുണ്ടായിരുന്നു. അത് വലുതാവുകയും അതിൽ നിന്ന് ഇങ്ങനെ ലിക്വിഡ് വെള്ളം പോലെ വരികയുണ്ടായിരുന്നു. ഞങ്ങളൊരു സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചപ്പോൾ ഡോക്ടർ ഒത്തിരി വഴക്ക് പറഞ്ഞു, നിങ്ങൾ ഇത്ര നാൾ ഇത് വെച്ചുകൊണ്ടിരുന്നത് എന്തിനാ, ഇത് വേറെ വല്ല അസുഖമായിട്ടൊക്കെ മാറിയില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊത്തിരി ടെൻഷനായി. ഞാൻ പെട്ടെന്ന് തന്നെ ടെൻഷനാവുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ പറഞ്ഞു, പപ്പ നമുക്ക് രാജഗിരിയിൽ കൊണ്ടുപോയി കാണിക്കാം. അങ്ങനെ ഞങ്ങൾ രാജഗിരി ഹോസ്പിറ്റലിൽ പോയി അവിടെ OP ടിക്കറ്റ് എടുത്ത് OPയിൽ ഡോക്ടറെ കാണാനിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ആകെയുള്ളത് ഈ ജപമാല മാത്രമാണ്. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മേ ഞാൻ ഒറ്റയ്ക്കാണ്, എൻ്റെ അവസ്ഥകളൊക്കെ നിനക്കറിയാം, എനിക്ക് 2 പെൺമക്കളാണ്, അത് തന്നെ എൻ്റെ അമ്മ എനിക്ക് ദാനമായി തന്നതാണ്, ഉദരഫലം ദൈവത്തിൻ്റെ സമ്മാനം, അതും ഒരു സാക്ഷ്യമായി ഞാൻ പറയുകയാണ്. ഒത്തിരി പ്രാർത്ഥനയിലൂടെ ലഭിച്ച മക്കളാണ് എനിക്ക്. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, എന്നെ നീ കൈവിടല്ലേ അമ്മേ. OPയിൽ ഞാൻ ഡോക്ടറിൻ്റെ റൂമിൽ കയറുന്നതിന് മുമ്പ് അമ്മ ആദ്യം കയറി ഡോക്ടറുടെ അമ്മയായിരിക്കണം സംസാരിക്കുന്നത്, അമ്മ എൻ്റെ കൂടെ വരാതെ ഞാൻ ഡോക്ടറിൻ്റെ റൂമിലേക്ക് കയറില്ല, അമ്മ എന്നെ നീ കൈവിടല്ലേ എന്നും പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ ഡോറിൻ്റെ മുൻപിൽ ഒരു ഗ്രേ കളറിൽ ഡ്രസ്സ്, തലയിൽ കൂടി ഇങ്ങനെ ഗ്രേ കളറിൽ ഡ്രസ്സ് ഇട്ട് ഒരു മാതാവ്. പക്ഷെ ഞാൻ ആ മാതാവിനെ എനിക്കറിയില്ല. ഞാനപ്പം മനസ്സിൽ വിചാരിച്ചു, ഇതെന്തേ, ഞാൻ അമ്മയെ നീല കളറിലെ ഡ്രസ്സിൽ കണ്ടിട്ടുള്ളൂ, ഇതെന്ത് ഇങ്ങനെ ഗ്രേ കളറിലെ ഡ്രസ്സ്. ഞാൻ പറഞ്ഞു, അമ്മേ നീ കാത്തോളണേ എന്നും പറഞ്ഞു ഡോക്ടറിൻ്റെ റൂമിൽ കയറി. ഡോക്ടർ പറഞ്ഞു, ഇത് നോക്കിയിട്ട് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, നമുക്കിത് റിമൂവ് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ റിമൂവ് ചെയ്യാൻ എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് നമുക്കൊന്ന് ബയോപ്സിക്ക് അയക്കാം, വേറെ ഒന്നിനും കൊണ്ടല്ല, നമുക്കത് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ അത് ബയോപ്സിക്ക് കൊടുത്തു. ഞാൻ അമ്മയുടെ കാര്യങ്ങളിൽ ഏൽപ്പിച്ചു. അമ്മയെ ഒരിക്കലും കൈവിടല്ലേ കേട്ടോ അമ്മേ, നീ തന്നെ അതെല്ലാം നെഗറ്റീവായിട്ട് തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. 10 ദിവസം കഴിഞ്ഞ് ബയോപ്സി റിസൾട്ട് വരുള്ളൂ. ഞാനപ്പം മാതാവിനോട് പറഞ്ഞു, അമ്മ ഈ 10 ദിവസം ഞാൻ ഉപവാസത്തിലാണ്, നീ എനിക്കിത് സാധിച്ചു തരണം എന്ന് പറഞ്ഞു, നെഗറ്റീവാക്കി തന്നെ തരണേ. ഞാൻ 8 ദിവസം ആയപ്പോഴേക്കും ഞാൻ ആകെ തളർന്നു. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, എനിക്ക് പെട്ടെന്ന് ടെൻഷൻ, ഞാൻ കരഞ്ഞ്, ഞാൻ ആരും കാണാതെയാണ്, മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ നല്ല ബോൾഡായിട്ട് ഇരിക്കുമെങ്കിലും ഞാൻ ആരും കാണാതെയൊക്കെ കരഞ്ഞ് മുട്ടുമേ നിന്ന് മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. 7-ാം ദിവസം ഇപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് ഒട്ടും വയ്യ, ഞാൻ 10 ദിവസം ഞാൻ ഉപവാസം എടുത്തോളാം, പക്ഷേ എനിക്ക് റിസൾട്ട് ഒന്ന് വേഗം ആക്കി തരണേ അമ്മയെന്നും പറഞ്ഞ് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു അമ്മയോട്. 8-ാം ദിവസം രാവിലെ ആയപ്പോഴേക്കും മെയിൽ വന്നു, എല്ലാം നെഗറ്റീവാണ്, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ആവേ മരിയ. അപ്പം ഇത്രയും വലിയൊരു അനുഗ്രഹം ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന മാതാവിന് ഒത്തിരി നന്ദി. രണ്ടാമത് പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിലൊരു കുരു പോലെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷം ഞാൻ വീട്ടിൽ വന്ന് ബയോപ്സിക്ക് അയച്ചു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ അനിയത്തിയാണ് എന്നോട് പറഞ്ഞത്, ഈ മാതാവിനോട് പ്രാർത്ഥിച്ചോളൂ എന്നൊക്കെ പറഞ്ഞു. വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഫോൺ എടുത്തപ്പോൾ എൻ്റെ അനിയത്തി എൻ്റെ വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ് ഇട്ടിരിക്കുകയാണ്, കൂടെ ഒരു പിക്ചറും ഉണ്ട്. പക്ഷെ ഞാൻ ആ പിക്ചർ ഓപ്പൺ ചെയ്യാൻ നോക്കിയിട്ട് എന്തേത് ഇങ്ങനെ അത് സർക്കിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വോയിസ് ക്ലിപ്പ് ഞാൻ ആദ്യം കേട്ടു. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞത്, ഞാൻ രാജുവിന് ഈ മാതാവിനാണ് സമർപ്പിച്ചിരിക്കുന്നത്, നീ വേറെ ഒന്നും പേടിക്കേണ്ട, മാതാവിനോട് നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞു. ഞാനത് വോയിസ് ക്ലിപ്പ് കേട്ട് കഴിഞ്ഞ് ഞാൻ ആ ഫോട്ടോ വന്നു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഞാൻ ഡോറിൽ കണ്ട മാതാവ് ഏതാണോ ആ ഗ്രേ കളറിലുള്ള മാതാവ്. അപ്പോൾ അവൾ പറയാണ്, ഇത് കൃപാസന അമ്മയാണ്, ഈ അമ്മയാണ് ഞാൻ രാജുവിനെ ഏൽപ്പിച്ചതെന്ന് പറഞ്ഞു. ഒത്തിരി നന്ദി. എനിക്കും എന്താ ചെയ്യണമെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ പോലും കാണാത്ത ഒരു അമ്മയെ വാട്സപ്പിലേക്ക് എവിടെയൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, പക്ഷേ എനിക്ക് കൃപാസന മാതാവിനെ കുറിച്ച് ഒന്നും എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ അതിനുശേഷം ഞാൻ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ മടങ്ങുമായിരുന്നു. അപ്പോഴും ഞാൻ ഉടമ്പടി ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ 2024 സെപ്റ്റംബർ 16-ാം തീയതി ഞാൻ മോൾക്ക്, അവൾ BTech ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവാനുഗ്രഹം കൊണ്ട് മക്കൾ നന്നായിട്ട് പഠിക്കണം. അവരുടെ പഠനം ഇതിലൊക്കെ ഞാൻ ആദ്യമേ തന്നെ അവരുടെ ബുക്കിൽ നെഹമ്യ 2:20 സ്വർഗത്തിൻ്റെ ദൈവം ഞങ്ങൾക്ക് വിജയം നൽകും, ആ വചനങ്ങൾ എല്ലാ വർഷവും കുഞ്ഞുങ്ങളുടെ ബുക്കിൽ ഞാൻ എഴുതി കൊടുത്ത് അവർ തന്നെ എഴുതി അങ്ങനെയാണ് സ്കൂളിലൊക്കെ വിടാറ്. അപ്പോൾ ഇവൾ പഠിക്കാനൊന്നും കുഴപ്പമില്ല. പക്ഷേ അവൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോൾ 2 തവണ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടും അവൾക്ക് കിട്ടിയില്ല. അപ്പോൾ ആദ്യത്തേന് കുഴപ്പമുണ്ടായിരുന്നില്ല, രണ്ടാമത്തെ അവൾ നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ ആൾ വന്നപ്പോൾ അവൾക്ക് ഒത്തിരി വിഷമമായി, എനിക്കും വിഷമമായി. എന്നാലും ഞാൻ പറഞ്ഞു കുഴപ്പമില്ല. അപ്പോഴും എൻ്റെ അനിയത്തി തന്നെ പറഞ്ഞു, നീ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്ക്, അമ്മ അത് സാധിച്ചു തരും. അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. പക്ഷേ എൻ്റെ 3ാമത്തെ നിയോഗമായിരുന്നു എൻ്റെ മോളുടെ ഈ ജോലി. അതിന് ശേഷം വന്ന ഒരു ഇൻ്റർവ്യൂവിന് ഞാൻ അവൾക്ക് മാതാവിൻ്റെ കാശ് രൂപം
വിശുദ്ധ തൈലവും പുരട്ടിയാണ് ഞാൻ അവളെ വിട്ടത്. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മയും ഇൻ്റർവ്യൂ ബോർഡിൽ ഒരു ലേഡി ഉണ്ടായിരിക്കുകയാണ്, എൻ്റെ മോള് ഒരു പതർച്ചയൊന്നും കൂടാതെ അവൾ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് അവളെ അനുഗ്രഹിക്കണമേ അമ്മയെന്ന് പ്രാർത്ഥിച്ചു. ആ ഇൻ്റർവ്യൂ അവൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റി. വന്നപ്പോൾ തന്നെ അവൾ പറഞ്ഞു, അമ്മ ഒരു ലേഡി ആയിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, അവൾ ഫ്രണ്ട്ലി ആയിരുന്നു. അങ്ങനെ അവൾക്ക് ആ ഇൻ്റർവ്യൂവിൽ അവൾ പാസ്സായി, അവൾക്ക് ജോലി ലഭിച്ചു. വീണ്ടും ഒരു ഇൻ്റർവ്യൂവും കൂടി വന്നു. അപ്പോൾ അത് ഇത്തിരി നല്ല കമ്പനിയായിരുന്നു. വീണ്ടും ഞാൻ ഇതുപോലെ തന്നെ മോളെ കാശുരൂപം വിശുദ്ധ തൈലവും പുരട്ടിയാണ് വിട്ടത്, ആവേ മരിയ. അപ്പോൾ അതിലും അവൾ പാസ്സായി. ആ ഇൻ്റർവ്യൂവിലൂടെ അവൾക്ക് ജോലി ലഭിച്ചു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രോഗി സന്ദർശനം ഉണ്ടായി. പിന്നെ എന്നെക്കൊണ്ട് കഴിയണ പോലെ ഭക്ഷണത്തിനൊക്കെ ആൾക്കാർക്ക് സഹായം കൊടുക്കാറുണ്ട്. പിന്നെ 2 ആഴ്ച ഒരിക്കൽ ഞാൻ കുമ്പസാരിക്കാറുണ്ട്, അത് മുടക്കാറില്ല. അച്ഛൻ്റെ യൂട്യൂബ് ചാനലുകൾ കാണും, ഷെയർ ചെയ്യും. അതുപോലെ തന്നെ 4:30 എണീക്ക് ഞാൻ അരമണിക്കൂർ ബൈബിൾ വായിക്കും. പ്രാർത്ഥനകളൊക്കെ പ്രദക്ഷിണ പ്രാർത്ഥനകളൊക്കെ പങ്കെടുക്കാറുണ്ട്. ഇതൊക്കെ പിന്നെ പേപ്പർ കൊണ്ടു കൊടുക്കുമ്പോൾ ആദ്യമൊക്കെ പറഞ്ഞോണം എനിക്കും ഒരു ചമ്മലും ഇതൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ആദ്യം ഒരു കെട്ട് പേപ്പർ വാങ്ങി. പക്ഷേ എന്നെ തന്നെ അത്ഭുതപ്പെട്ടു, ഒരു 5 മിനിറ്റ് പോലും വേണ്ട അതിന് മുമ്പ് തന്നെ പേപ്പറൊക്കെ കൊടുക്കുമായിരുന്നു. പിന്നീട് 2ാമത് എടുത്തപ്പോഴും ഇതുപോലെ തന്നെ അനിയത്തി പറഞ്ഞു അവൾക്കൊരു 3 കെട്ട് പേപ്പർ വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവളുടെയും വാങ്ങി, ഞാൻ ഒരു കെട്ട് അപ്പോഴും എടുത്തോളൂ. പക്ഷേ ഞാൻ പോണ വഴിക്കൊക്കെ ഓട്ടോ സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ കൊടുത്ത് എൻ്റെ തീർന്നു. ഞാൻ അവളുടെ നിന്ന് ഒരു കെട്ടും കൂടി എടുത്തു. അപ്പോൾ എനിക്ക് അതും തീർന്നു കഴിഞ്ഞപ്പോൾ പിന്നെയും എനിക്ക് അയ്യോ ഇനി വാങ്ങായിരുന്നു, അത് കൊടുക്കാം. ഓട്ടോ സ്റ്റാൻഡിലൊക്കെ പോകുമ്പോൾ ചേട്ടന്മാർ ചേട്ടാ ഇങ്ങനെ പേപ്പർ അതിനെന്താ നമ്മുടെ മാതാവിൻ്റെ പേപ്പറല്ലേ തന്നോളൂ, വളരെ സന്തോഷത്തോടുകൂടി തന്നെയാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതെനിക്ക് ഒത്തിരി ഇൻസ്പിറേഷനായി, നമ്മൾ മാതാവ് എപ്പോഴും സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ കൊണ്ട് നടക്കണേന്. അപ്പോൾ ഒത്തിരി സന്തോഷം. ഇത്രയും വലിയ അനുഗ്രഹം ഞങ്ങളുടെ കുടുംബത്തിൽ തന്ന അമ്മ മാതാവിന് ഒത്തിരി നന്ദി. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16:12 കർത്താവേ, മരുന്നോ ലേപന ഔഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. ജീവൻ്റെയും മരണത്തിൻ്റെയും മേൽ അങ്ങേക്ക് അധികാരമുണ്ട്. മനുഷ്യരെ പാതാള കവാടത്തിലേക്ക് ഇറക്കുന്നതും അവിടെ നിന്ന് വീണ്ടെടുക്കുന്നതും അവിടുന്നാണ്. തൻ്റെ ഹസ്ബൻഡിന് പെട്ടെന്ന് വന്ന ആ ഒരു അസ്വസ്ഥത, അതൊക്കെ ഓപ്പറേഷനിലൂടെ പിന്നീട് ബയോപ്സി എന്നൊക്കെ പറയുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം, അത് ഉടമ്പടി എടുത്തിട്ടില്ല, എന്നാൽ അമ്മയോട് പ്രാർത്ഥിക്കുന്ന മകൾ കൊന്ത മാത്രമേ എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അമ്മ എത്ര പെട്ടെന്നാണ് അവിടെ ചെല്ലുന്നത്. താൻ ഡോറിൽ കണ്ടു അമ്മയുടെ ഗ്രേ കളർ രൂപം. ഇതാണ് സാന്നിധ്യം. ഉടമ്പടിയുടെ പ്രത്യേകത തന്നെ അതാണ്, കൂടെ സഞ്ചരിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം. പഴയ നിയമത്തിൽ, അതായത് ഉടമ്പടി ജനതയുടെ കൂടെ എങ്ങനെയാണ് സാക്ഷ്യപേടകവുമായി ജനം സഞ്ചരിക്കുമ്പോൾ അവരുടെ കൂടെ ദൈവം കൂടെ ഉണ്ടായിരുന്നത്, അവർക്ക് എങ്ങനെയാണ് ചെങ്കടൽ 2ആയിട്ട് അവരുടെ മുമ്പിൽ പകുത്ത് അവർക്ക് ഉണങ്ങിയ നിലത്തുകൂടെ പോകാൻ കഴിഞ്ഞത്, ശത്രു രാജാക്കന്മാരെയൊക്കെ ചെറുത്ത് നിൽക്കുവാനായിട്ട് അവർക്ക് എങ്ങനെ സാക്ഷ്യ പേടകവുമായിട്ട് അവർ പോകുമ്പോൾ അവർക്ക് സാധിച്ചു. അതുപോലെ ജെറീക്കോ കോട്ടയുടെ സൈനിക ശക്തി, ഇതൊക്കെ